ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംപ്ലിസിറ്റ് ഫങ്ഷൻ്റെ ഡിഫറൻസിയേഷനാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്താണ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻ എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതുവരെ നമ്മളെല്ലാം ചെയ്തിരുന്നത് എക്സ്പ്ലിസിറ്റ് ഫങ്ഷൻസിൻ്റെ ഡെറിവേഷനാണ്. അതായത് എക്സ്പ്ലിസിറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, സോ ഫാർ ഡിഫറൻസിയേഷൻ ഓഫ് ഫങ്ഷൻസ് ഓഫ് ദി ടൈപ്പ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് തരുന്നു. അതായത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് തരുന്ന രീതിയാണ് നമ്മൾ പറയുന്നത് എക്സ്പ്ലിസിറ്റ് ഫങ്ഷൻ ഓഫ് എക്സ്. അതായത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് തരാം, y ഈക്വൽ ടു 2x ക്യൂബ് എന്ന് തരാം, y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4 എന്ന് തരാം, y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 7. അതായത് y ഈക്വൽ ടു എക്സിലൊരു ഫംഗ്ഷൻ്റെ ഫോം ആ രീതിയിൽ തരുന്നതിനെയാണ് എക്സ്പ്ലിസിറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണ്, ലെഫ്റ്റ് സൈഡിൽ dy/dx എഴുതുന്നു, റൈറ്റ് സൈഡിൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡയറക്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു അല്ലേ. ഇനി നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഇംപ്ലിസിറ്റ് ഫങ്ഷൻ ഓഫ് എക്സ് ആണ്. വെൻ y ഈസ് എൻ ഇംപ്ലിസിറ്റ് ഫങ്ഷൻ ഓഫ് എക്സ്. അതായത് എക്സും വൈയും ഈക്വൽ ടു, നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വാലിറ്റിയുടെ ലെഫ്റ്റ് സൈഡിൽ വൈയും റൈറ്റ് സൈഡിൽ എക്സും ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് തന്നിരുന്നു. ഈ ഇംപ്ലിസിറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയും കണക്റ്റഡ് ബൈ എ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ഓഫ് ദി ഫോം എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് എക്സും വൈയും ഈ സെപ്പറേറ്റഡ് ആയിരിക്കില്ല, മിക്സഡ് ആയിട്ട് എക്സും വൈയും കിടക്കുന്നുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള dy/dx കണ്ടുപിടിക്കണം. അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് മെത്തേഡ് ഓഫ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബ്ലംസ് നോക്കാം, അപ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ എക്സും വൈയും രണ്ട് കണക്റ്റഡ് റിലേഷൻ നോക്കിയാൽ ഫസ്റ്റ് പ്രോബ്ലം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25. നോക്കുക, എക്സും ഒപ്പം കിടക്കുന്നുണ്ട്, വൈയും ലെഫ്റ്റ് സൈഡിലാണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്, ഈക്വൽ ടു 25 ആണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് dy/dx കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25. ഇപ്പം നമ്മൾ ഈ രീതി ചെയ്യുന്നത് എന്ത് ചെയ്യും, നമ്മൾ എല്ലാ ടേംസും ഡിഫറൻസിയേഷൻ കണ്ടുപിടിച്ച് പോകും. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, dy/dx ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കി എല്ലാ ടേംസിനെയും നമ്മൾ ഈക്വാലിറ്റീൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ആൻസർ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കുക, ഗിവൺ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25. നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് ഈച്ച് ടേം ഓഫ് ദി അബോവ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമുക്ക് dy/dx ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എല്ലാ ടേംസിനെയും എക്സ് കൊണ്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ നോക്കുക, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക, 2x ആണ്, പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇത് വരും, വൈ സ്ക്വയറിൻ്റെ ആദ്യം 2y വരും, പിന്നെ dy/dx കൂടി വരും. കാരണം എന്താണ്, y എന്ന് പറയുന്നത് എക്സിലുള്ള ഫംഗ്ഷനാണ്. y എക്സിലുള്ള ഫംഗ്ഷനായ കാരണം അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ചെയിൻ റൂൾ അല്ലെങ്കിൽ പവർ റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ. വൈ സ്ക്വയറിൻ്റെ 2y വരും, പിന്നെ y എക്സിലുള്ള ഫംഗ്ഷനായ കാരണം ഇൻറ്റു എന്ന് കൂടി വരും, dy/dx കൂടി വരും, ഈക്വൽ ടു 25 കോൺസ്റ്റൻ്റ് ആയ കാരണം അതിൻ്റെ ഡെറിവേറ്റീവ് 0 വരും. ഇനി രണ്ടിലും 2 കോമൺ ആണ്, അപ്പോൾ 2 പുറത്തേക്ക് എടുത്ത് എന്താവും, 2x പ്ലസ് വൈ dy/dx ഈക്വൽ ടു 0 എന്ന് വരും. ഈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താവും, 0/2 എന്ന് വരും. അപ്പോൾ എക്സ് പ്ലസ് വൈ dy/dx ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ്, ഇനി പിന്നെ ഇവിടെ എക്സ് പ്ലസ് ആണ്, അപ്പോൾ ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താവും, വൈ dy/dxനെ ഇവിടെ നിർത്തി എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ -x ആവും. ഇനി dy/dxനെ ഇവിടെ മാത്രം നിർത്തി എക്സ്ട്രാ വൈ അങ്ങോട്ട് കൊണ്ടുപോയി എന്താവും, -x/y ആയി. അപ്പോൾ എന്ത് കിട്ടി, dy/dx കിട്ടി. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഇംപ്ലിസിറ്റ് ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി വേറൊരു ഫംഗ്ഷൻ നോക്കാം. ഇഫ് എക്സ് ആൻഡ് വൈ ആർ കണക്റ്റഡ് ബൈ ദ റിലേഷൻ, നോക്കൂ, ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് xy പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് dy/dx ആണ്. എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ എളുപ്പമായിരുന്നു, ലെഫ്റ്റ് സൈഡിൽ dy/dx കാണുന്നു, റൈറ്റ് സൈഡിൽ എക്സിൻ്റെ ഡെറിവേറ്റീവും കണ്ടാൽ മതിയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, കമ്പൈൻഡ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലെ. എക്സ് സ്ക്വയർ പ്ലസ് xy പ്ലസ് വൈ സ്ക്വയർ എന്ന രൂപത്തിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് y മാത്രമായി കണ്ട് എക്സിനെല്ലാം ഒരു ടേമിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം
വൈ എല്ലാം മിക്സഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റാവുന്ന ഒരേ ഒരു കാര്യം നമ്മൾ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ആണ്. അതായത് ഓരോ ടേംസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു dy/dx ആണ് കാണാൻ പറഞ്ഞത്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ ടേംസും നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ dy/dx(x²) കാണുന്നു, സെക്കൻഡ് dy/dx(xy) കാണുന്നു, തേർഡ് dy/dx(y²) കാണുന്നു, അല്ലേ. dy/dx(0) എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇനി x² ഡെറിവേറ്റീവ് 2x, xy ഡെറിവേറ്റീവ് എന്ത് വേണം, xy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിലുള്ള ഫംഗ്ഷനാണ്, y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിലുള്ള ഫംഗ്ഷനാണ്, y എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എക്സിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയുടെ ഡെറിവേറ്റീവ് dy/dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ y, അല്ല, ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, അല്ലേ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് dy/dx y² കണ്ടു കഴിഞ്ഞാൽ y എക്സിൻ്റെ ഫംഗ്ഷനാണ് അതില്ലാന്ന് തോന്നുമെങ്കിലും y എന്താണ്, എക്സിലെ ഫംഗ്ഷനാണ്. അപ്പോൾ y² ഡെറിവേറ്റീവ് എന്ത് വരും, 2y എന്ന് വരും, ഇൻറ്റു എന്ത് കൂടി വരണം, dy/dx കൂടി വരണം, അല്ലേ. ഇനി ഒന്നുകൂടി സിംപ്ലിഫൈ എന്ത് വരും, 2x വരും, x dy/dx വരും, y ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ y വരും, ഇവിടെ 2y ഇൻറ്റു dy/dx വരും, 0 വരും. ഇനി 2x ഒരുമിച്ച് എഴുതി, ഈ yനെ ഒരുമിച്ച് എഴുതി, ഇതിൽ രണ്ടിലും dy/dx ഉണ്ട്. അപ്പോൾ അതിൽ രണ്ടിലും dy/dxനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ വരും, ബാക്കി എന്ത് വരും, x പ്ലസ് 2y ഇൻറ്റു dy/dx എന്ന് വരും. റൈറ്റ് സൈഡിൽ 0 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy/dx ആണ്. അപ്പോൾ അതിനവിടെ നിർത്തി ബാക്കി എല്ലാ ടേംസിനെയും റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താവും, x പ്ലസ് 2y dy/dx ഈക്വൽ ടു 2x അങ്ങോട്ട് പോയാൽ -2x ആവും, y അങ്ങോട്ട് പോയാൽ -y ആയിരിക്കും. ദറ്റ് ഈസ് dy/dx x പ്ലസ് 2yനെ ഇൻറ്റു x പ്ലസ് 2y കാരണം അങ്ങോട്ട് പോകുമ്പോൾ ബൈ എന്ത് വരും, x പ്ലസ് 2y എന്ന് വരും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. വേറൊരു ഫംഗ്ഷൻ നോക്കാം കേട്ടോ, x⁻² പ്ലസ് y⁻²) ഈക്വൽ ടു a⁻². ഈ രീതിയിലൊരു ഫംഗ്ഷൻ തന്നിട്ട് നിങ്ങളോട് പറയുകയാണ് എന്ത് കണ്ടുപിടിക്കണം, dy/dx കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ടേം ബൈ ടേം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഫസ്റ്റ് x⁻dy/dx ഓഫ് x⁻² ചെയ്യുന്നു, സെക്കൻഡ് dy/dx ഓഫ് y⁻² ചെയ്യുന്നു, തേർഡ് dy/dx ഓഫ് a⁻² ചെയ്യുന്നു. ഫസ്റ്റത്തെ എൻ്റെ പവർ റൂൾ അപ്ലൈ ചെയ്ത് വരും, 2/3 ഇൻറ്റു x⁻² -1 വരും. സെക്കൻഡും 2/3 ഇൻറ്റു y⁻² -1 വരും, ഇൻറ്റു എന്ത് കൂടി വരും, അല്ലേ, dy/dx കൂടി വരും, ഈക്വൽ ടു a⁻²) എന്ന് പറഞ്ഞാൽ a കോൺസ്റ്റൻ്റ് ആണ്, എയിൽ എക്സും വൈ ഒന്നും ഇല്ല, എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 വരും. ഇനി dy/dx ഉള്ള ടേം അവിടെ നിർത്തി, അല്ലാത്ത ടേമിനെ ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ dy/dx ഇല്ലാത്ത ടേം 2/3 ഇൻറ്റു x⁻² -1 ആണ്. അതായത് അതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും, -2/3 x⁻². 2/3 -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/3 ആണ്. അപ്പോൾ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയെന്ന് മാത്രം. ഇനി dy/dxനെ മാത്രം നിർത്തിയിട്ട് ഇതിനങ്ങോട്ട് പോകുമ്പോൾ എന്താവും, 2/3 y⁻² -1/3 എന്ന് വരും. അപ്പോൾ ഈ 2/3 2/3 ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി -y⁻1/3 x⁻1/3 എന്ന് വരും. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് മനസ്സിലാക്കണം. ഇവിടെ മൈനസ് ഉണ്ട്, x⁻1/3, അപ്പോൾ ഇതിന് താഴത്തേക്ക് പോകുമ്പോൾ x⁻1/3 ആയിട്ട് മാറും. ഇവിടെ മൈനസ് ഉണ്ട്, അത് മുകളിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും, y⁻1/3 ആയിട്ട്. ഈ മൈനസ് ഓൾറെഡി ഇവിടെ ഉണ്ട്, അല്ല, x⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x ആണ് നമുക്കറിയാം. അപ്പോൾ അതേപോലെ x⁻1/3 എന്ന് പറഞ്ഞാൽ 1/x⁻1/3 എന്ന് വരും, താഴെ ഉള്ളതിനെ മുകളിലേക്കും പോവും, മൈനസ് പോയി, അല്ലേ, നെഗറ്റീവായിട്ട് മാറുന്നു മാത്രം. അപ്പോൾ അതിൻ്റെ ആൻസറും കിട്ടി. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കാണേണ്ടത്. എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ടത് y കോൺസ്റ്റൻ്റ് അല്ല, y എക്സിലുള്ള ഫംഗ്ഷൻ ആയ കാരണം എപ്പോഴും വൈയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ ഇൻറ്റു
dy ബൈ dx കൂടി വരും എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക.